ഹായ്! ട്രിപ്പിൾ എസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു നല്ലൊരു സൺഡേ ആണ്. അതുമാത്രമല്ല നല്ല മഴ പെയ്ത് നിൽക്കുകയാണ്. വെളുപ്പിനെ തുടങ്ങിയ മഴയാണ്. ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ സൺഡേയിൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 2, 3 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് പോകാമെന്ന് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പോകാനായിട്ട് നമ്മൾ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ നേരെ വീട്ടിൽ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇംബ്രൂവിന് രാവിലെ തന്നെ ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുന്നതാണത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇംബ്രൂവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. എന്തായാലും നമ്മൾ സൺഡേ ആയതുകൊണ്ട് അവിടെ നിൽക്കുകയൊന്നുമില്ല. നമ്മൾ ഈവനിങ് തന്നെ തിരിച്ചെത്തും. നൈറ്റ് തന്നെ നമ്മൾ തിരിച്ചെത്തും. കാരണം മോന് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ മൺഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യൊന്നുമില്ല. പോയിട്ട് അപ്പം തന്നെ വരാമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോകാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അച്ഛനും അമ്മേനെ ആക്കുകയും കൂടെ വേണം. അപ്പോൾ ഇംബ്രൂവിനെ കുറച്ച് നേരം എടുത്ത് കൊഞ്ചിച്ചിട്ടാട്ടോ വരുന്നത്. പിന്നെ നമുക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. കൊച്ചിയിലാണ്. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് മാത്രമല്ല തറവാട്ടിൽ ഹസ്ബൻഡിൻ്റെ തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഒരു പേർഷ്യൻ ക്യാറ്റ് അവിടെയാണ്. അപ്പോൾ അതിനെയും കൂടെ എടുത്തിട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ കേട്ടോ നമ്മൾ പോകാൻ റെഡിയാവുന്നത്. അങ്ങനെ ഞങ്ങളൊരു രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. കാരണം അവിടം വരെ എത്തണം. ഒരു 3-3.5 മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ നമ്മളെ വീട്ടിലാക്കി പാലക്കാട് ചിറ്റൂർ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നത്. ആലുവയിലാണ് ഹസ്ബൻഡിൻ്റെ തറവാട് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാണ്. പോകുന്ന വഴിയിലെല്ലാം മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വെളുപ്പിനെ തൊട്ട് പെയ്യുന്ന മഴയാണ്. പക്ഷെ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മഴ കുറവായിരുന്നു. ഈ കുതിരാൻ്റെ ഭാഗം കാണുമ്പോൾ എപ്പോഴും നമുക്ക് പണ്ടത്തെ ആ കുതിരാൻ്റെ ഇത് തന്നെയാണ് കേട്ടോ എപ്പോഴും ഓർമ്മ വരിക. കുതിരാനെല്ലാം നല്ല മഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു കേട്ടോ. റോഡിലാണെങ്കിൽ നല്ല വെള്ളവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുതിരാൻ തുരങ്കത്തിലൂടെയാണല്ലോ നമുക്ക് എറണാകുളം പോകേണ്ടത്. അപ്പോൾ അതുമെല്ലാം തന്നെ ഒരു മഴ മൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാട്ടോ നമുക്ക് കാണാൻ പറ്റിയത്. മൊത്തത്തിൽ ഒരു നനവ് നിറഞ്ഞ ഒരു ഇത് അതാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ നമ്മൾ ആ കുതിരാൻ ടണലിലൂടെ കയറി ഇറങ്ങിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റിയിട്ട്. അതെപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ മഴക്കാലം ആകുമ്പോഴാണ് കൂടുതൽ. അപ്പോൾ പോകുന്ന വഴിയിലായിരുന്നു നമ്മൾ മണ്ണുത്തിയിലെ മേക്കാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ചെടി നഴ്സറി ഉണ്ടല്ലോ. അവിടെ നമ്മൾ നിർത്തി 2-3 താമരയുടെ തൈകൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ദിവസമായിട്ടോ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഈ പറഞ്ഞ മേക്കാട്ടിൽ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് മണ്ണുത്തിയിലെയും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളത് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് അവിടെ കയറി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് നമ്മൾ നോക്കിയപ്പോഴും വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പുറത്ത് ആ മേക്കാട്ടലിൻ്റെ പുറത്ത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ അവരുടെ ഒരു താമരയുടെയും ആമ്പലിൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഞാൻ അതിൽ നിന്നൊരു 3 ഇൻഡോർ പ്ലാന്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 താമരയും 2 ആമ്പലിൻ്റെയും തൈകളാണ് വാങ്ങിച്ചത്. ഒരു ആമ്പലിൻ്റെ തൈ ആമ്പൽ ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ നിറയെ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ നമുക്ക് അവിടെ ആലുവയ്ക്ക് പോയിട്ട് നമ്മുടെ പേർഷ്യൻ ക്യാറ്റിൻ്റെ കൂടും കാര്യങ്ങളെല്ലാം കയറ്റാനുള്ളതുകൊണ്ട് വണ്ടിയിൽ സ്പേസ് തികയില്ല. അതുകൊണ്ട് 2 താമരയും 2 ആമ്പലും പിന്നെ ഒരു 3 ഇൻഡോർ പ്ലാന്റും മാത്രമാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ വരുന്ന വഴിയിലായിരുന്നു ഈ വാഴത്തോട്ടം കണ്ടത്. വാഴക്കുലയ്ക്ക് എല്ലാം തന്നെ അവർ നല്ലൊരു കവറ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പുഴുക്കുത്തലുകളോ വവ്വാൽ കുത്തലുകളോ ഒന്നും തന്നെ ഏൽക്കില്ല. അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കും ഒന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ആലുവയിലെത്തിയിട്ടോ. ഇത് ആലുവ മാർത്താണ്ഡവർമ്മ പാലമാണ് കാണുന്നത്. ഈ പാലം കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്ഥലം എത്തി, ആലുവ എത്തി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന മെട്രോയാണ്. അവിടെ നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ തറവാട് വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി അത് തന്നെ നമ്മൾ ഏകദേശം ഒരു ഉച്ചയോടെ ആയി കേട്ടോ അവിടെ എത്തി. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും നമുക്കിഷ്ടമുള്ള ഒരു
റോയൽ ഫുഡ് കോർട്ടിലാണ് കയറിയത്. ഞങ്ങളവിടെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലും എല്ലാം തന്നെ മെയിനായിട്ട് എപ്പോഴും കോളേജിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു നമുക്കിഷ്ടമുള്ള അവിടുത്തെ ഫുഡുകൾ നമുക്കിഷ്ടമാണ് ഉള്ളൊരു ഹോട്ടലാണത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ റോയൽ ഫുഡ് കോർട്ടിലാണ് കയറിയത്. മെയിനായിട്ട് അവിടുത്തെ ബിരിയാണി നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ ഇവിടെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടുത്തെ റോയലിൽ നമ്മൾ ബിരിയാണി തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി, ഹസ്ബൻഡ് ഒരു ബീഫ് ബിരിയാണി, മോൻ പിന്നെ വെജിറ്റേറിയനാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വെജിറ്റേറിയനാണ് അവൻ. അതുകൊണ്ട് ഗീ റൈസാണ് ഓർഡർ ചെയ്തത്. ഗീ റൈസും പിന്നെ ഗോബി 65. നോൺ വെജ് ഐറ്റംസ് ഒന്നും തന്നെ അവൻ കഴിക്കാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് കോളിഫ്ലവർ ഗോബി 65 ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ പോകുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ഇടയിലൊന്നും നിർത്തിയൊന്നുമില്ല, മഴയും കൂടെ ആയത് കാരണം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ മീറ്റിംഗാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി വീട്ടിൽ അവിടെ പോയിട്ട് പേർഷ്യൻ ക്യാറ്റിനെ എടുക്കുകയും കൂടെ വേണം. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ലൈം സോഡയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ വീടുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ബേക്കറിയും കൂടെ അവൈലബിൾ ആണ്. അതുകൊണ്ടും നല്ല ഫുഡി ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ബേക്കറി ഐറ്റംസും എല്ലാം വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് തറവാട്ടിൻ്റെ അങ്ങോട്ട് അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പേർഷ്യൻ ക്യാറ്റാണ് ജോ, അതിനെ എടുത്തു. അവനും പിന്നെ ഓൾറെഡി വണ്ടിയിലിരുന്ന് നല്ല പ്രാക്ടീസ് ഉണ്ട്. അത് കാരണം അവന് കുഴപ്പമൊന്നുമില്ല. അവൻ എപ്പോഴും ആ ഫ്രണ്ട് സീറ്റിൽ സെൻറ്ററിൽ എത്ര നേരം വേണമെങ്കിലും അവൻ ഇരുന്നോളും. അവന് കുഴപ്പമൊന്നുമില്ല. അവന് പിന്നെ AC വേണമെന്ന് മാത്രമാണുള്ളത്. അങ്ങനെ അവനെ കൂട്ടി. പിന്നെ നമ്മൾ തിരിച്ചു. പിന്നെ ഏകദേശം സന്ധ്യാവാറായപ്പോഴത്തേക്കും നമ്മൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്കമാലിയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് നമുക്ക് പരിചയമുള്ള ഇടമാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറി. എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് 2 ചായ കാണാൻ പറ്റും. ഞാൻ എപ്പോഴും 2 ചായയാണ് ഓർഡർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിലെ സ്പെഷ്യലായിട്ടുള്ള ബീറ്റ്റൂട്ട് കട്ട്ലൈറ്റുമാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും നമ്മുടെ ജോ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനത് പ്രാക്ടീസ്ഡാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ കാറിലിട്ടിട്ട് പുറത്തേക്ക് പോയാലും പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ഏകദേശം സന്ധ്യ കഴിയാറായിട്ടോ. ഏകദേശം തൃശ്ശൂർ പേരാമ്പ്ര ആ ഭാഗത്ത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. എങ്കിലും നേരത്തേക്കാളും ബ്ലോക്കിന് കുറച്ചൊരു ശമനം ഉണ്ടായിരുന്നു. അങ്ങനെ ജോ നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. അവൻ നമ്മൾ പറയുന്ന സംസാരവും വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കും. ആർക്കും ഒരു ശല്യമില്ല കേട്ടോ. അത് കാരണം കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് രാത്രിയായി കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവനും കുറച്ച് ഫുഡ് കൊടുത്തു. നമ്മുടെ വാവാച്ചിക്കുട്ടനും ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കുറച്ച് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കട്ട്ലൈറ്റ് തന്നെ. അപ്പോൾ അതും കഴിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് കുതിരാൻ തുരങ്കത്തിൽ കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റും കാര്യങ്ങളും ഒക്കെ. അതോടൊപ്പം തന്നെ മഴയും കൂടി ആയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ മഴയുടെ തണുപ്പോടു കൂടി വീണ്ടും നമ്മൾ ഒരു കോഫി ഷോപ്പിൽ നിർത്തുവാണ്. നമുക്ക് ടോയ്ലറ്റിലും ഒക്കെ പോകണം. പിന്നെ ഒരു കോഫിയും കുടിക്കുക. ഒരു ബ്ലാക്ക് കോഫി ആയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോഴത്തേക്കും തന്നെ രാത്രിയായി കേട്ടോ. നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കോഫി ഒക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് കുറച്ച് ചിപ്സും എല്ലാം വാങ്ങി. ഏകദേശം വടക്കഞ്ചേരി ആ ഭാഗത്തായിരുന്നു നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ചിപ്സും പിന്നെ ചക്ക ചിപ്സ് ഇതെല്ലാം തന്നെ നമ്മൾ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പോന്നു. നൈറ്റ് അങ്ങനെ നമ്മളൊരു 10-10:30 കൂടി വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇംബ്രു ജോനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ അവരുടെ പാടായി, അവരുടെ സംസാരങ്ങളായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു സൺഡേ കഴിഞ്ഞു പോയത്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ജോനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ ബൈ.